What are you doing, man? ഇവിടെ പന്തലിട്ടോ എൻ്റെ പാവല് കിട്ടിയിടാണല്ലേ. ഇങ്ങനെ എടുക്കുമായിരുന്നു. ഞാൻ എന്തെടുക്കുമായിരുന്നു? ഞാൻ കുഞ്ഞുപാവയുടെ കൂടെ ആയിരുന്നു. ഇപ്പം ഇതെന്താ, പാവലാണോ? പാവലുണ്ട്, രണ്ട് പയറുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം കർഷകൻ മൂഡ് ഓണാണോ രാവിലെ? കർഷകൻ മൂഡ് ഓണാണ്. ആൻഡ് എന്തിനാണ്? പാവലാണോ? ഇവിടെ പാവൽ നിൽപ്പില്ലേ, അത് എൻ്റെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പഴയ മറ്റേ വലയും കമ്പിയ കിടപ്പില്ല, പഴയ ചെറിയ കർഷകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിത്ത് മേടിച്ചതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ പാവലിട്ടിട്ടുണ്ട്. പാവലിന് വള്ളി വീശി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ടോ, വീശി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പന്തലിടുകയാണ്. കല്ലാടി കല്ല് പന്തലിടാനുള്ള കാൽനാട്ട്. ആ, കാൽനാട്ട് നല്ല കുഴിയാണ്. ആൻഡ് പുതിയതായി കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങുന്നവർക്കുള്ള ചേട്ടൻ്റെ ഒരു ഉപദേശം എന്താ? ഞാൻ പുതിയ ആളല്ലേ. അതെ അതെ, ചേട്ടന് കഴിഞ്ഞ ദിവസം പറ്റുള്ള അബദ്ധത്തെക്കുറിച്ച്. അമിതമായ വളപ്രയോഗം. ഏതൊക്കെ വളമാണ് ചേട്ടാ യൂസ് ചെയ്യുന്നത്? വേറെ പ്രത്യേകിച്ച് വളമൊന്നും, ചാണകം. ആക്ച്വലി ചേട്ടന് ഇപ്പം പയറുണ്ട്, പാവലുണ്ട്, വെള്ളരി അതിന് മത്തനിട്ടു. വെള്ളരി മുളച്ചില്ല അല്ലേ? വെള്ളരി മുളയ്ക്കാത്തതുകൊണ്ട് വെള്ളത്തിനകത്ത് വീണ്ടും വിത്തിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളരി മത്തനും കൂടെ. ഒരു മത്തനെ പിടിച്ചുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ഒന്നുകൂടെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചാണ് പുള്ളി നടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ചെറിയ ആദ്യത്തെ ഒരു പയറിൻ്റെ ഒരു എനർജി തീരാറായിട്ടുണ്ട്. അത് നമ്മൾ അപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്, ആ കാണുന്ന ഓൾറെഡി ആ പുറകിലായിട്ട്. ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതിനെ കാണിക്കാനായിട്ട്. അപ്പോൾ അത് ഏകദേശം അവരുടെ എനർജി തീരാറായി. അപ്പോൾ ചേട്ടനൊരു 3 തടം വീണ്ടും എടുത്ത് പയറിട്ടിരിക്കുക. അത് കണ്ടോ, ഇതും പയറാണ്. ഈ ഓലയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്നവരും പയറുകളാണ്. പിന്നെ ഒളിക്കാതെ കുറച്ച് പേര് ഇരിപ്പുണ്ട്, അതും പയറാണ്. പിന്നെ വെണ്ട, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വെണ്ടയുടെ ഒരു പിടുത്തം എങ്ങനെയാട്ടാ? വെണ്ട പോയടി, മഴ പെയ്ത് വെണ്ടയുണ്ടല്ലോ. ഓക്കെ വീട് കണ്ടോ? അത് കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ സ്വപ്നങ്ങളുടെ മേലൊരു ആഘാതം വന്ന് വീണ പോലെ വെണ്ടകൾ മുഴുവൻ നിലം പതിച്ച് ഇരിക്കുക. പാവം വെണ്ടക്കുട്ടികൾ. ഇവരെ ഇനി പൊക്കിയെടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല. ആണോ? നമ്മൾ വെണ്ട കൃഷി ചെയ്തിട്ടൊന്നുമില്ലല്ലോ. 1-2 വെണ്ടയൊക്കെ ഇങ്ങനെ വീട്ടിൽ ചട്ടിക്കകത്തൊക്കെ വളർന്നിട്ടല്ലേ ഉള്ളൂ. രണ്ടൊന്നും എണ്ണീറ്റ് വരുമെന്ന് അച്ഛൻ പറഞ്ഞേ. അച്ഛൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇന്നലെ ചേട്ടന് വലിയൊരു ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു ഇതല്ലേ? ഹൃദയം ഭേദിച്ചില്ല, ഒരു കർഷകനായി തുടങ്ങിയതിൽ പിന്നെ ചെടികളെ ഓമനിക്കാനും ചുമ്മാ ഇരിക്കുമ്പം ഒരു ട്രൈ ആവോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അറിയാം. ഇപ്പോൾ ഒരു രാവിലത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇതായി മാറിയിട്ടുണ്ടല്ലോ നമുക്കിപ്പോൾ. നമുക്കല്ല, ചേട്ടന്. ചെറുതായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴേ ഇവരുടെ പുറകെ നടപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു വ്യായാമം ഇപ്പം സെറ്റ് ആവുന്നുണ്ടല്ലേ? തുണി തത്തിയിടൂ. കമ്പെടുത്തോണ്ടല്ലേ, അത്രയും മതി. വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ഒരു 5 മാസം കഴിഞ്ഞ് തീരെ മേടിക്കാതാവുക എന്നാണ് ചേട്ടൻ. ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കെട്ടിത്തൂക്കി നിങ്ങളെ കാണിക്കും. പച്ചക്കറി കൊണ്ടൊന്ന് കെട്ടിത്തൂക്കിട്ടിട്ട് അറ്റം കുറച്ച് മുറിച്ച് വന്നിട്ടേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു തടി കിട്ടി. അതിന് കാല് നാട്ടാനായിട്ട് ചേട്ടൻ വെക്കുകയാണ്. ഇതൊരുപാട് പൊങ്ങിപ്പോവുക കേട്ടോ ഇനി പാവല് കയറിയാൽ.
നമ്മൾ ഈ പന്തലിൻ്റെ ഹൈറ്റിന് ഉം, ഉം. അതെ പഴയ വലയൊക്കെ ഇട്ട് കെട്ടി ഒപ്പിക്കാന്ന് ഓർത്താണ് നമ്മൾ പ്ലാനിങ്. ഓക്കെ. പിന്നെ നടുക്കൊരു കാലുണ്ടല്ലോ ആ പൊങ്ങലത്തിലേക്ക് നടുക്കൂടി കമ്പിയും വലിച്ചിട്ടുണ്ടെങ്കിൽ പണി കുറവാണല്ലോ. ഓക്കെ. അല്ല പിന്നെയും കാലെല്ലാം ഇടയ്ക്കിട്ട് നടപടിയുള്ള കാര്യമില്ല. വലിയ കർഷകമൊന്നുമില്ല. 2-3 ചൂട് പാവലല്ലേ ഉള്ളൂ. ഓക്കെ. വേണേൽ നമുക്ക് ഇവിടെ എങ്ങനെ ഒരു തടം കൂട്ടിയാൽ ബാക്കി വിത്തും കൂടെ പന്തൽ നല്ലതാകുവാണേൽ ഇടാം. ഓക്കെ. വലയൊന്നും നിർത്ത് കിട്ടാൻ നേരത്തെ ഇതും കൂടെ വന്നല്ലേ കിട്ടാൻ പറ്റും. ഏത് കൊമ്പലിരുന്നാ കാക്ക വിരുന്ന് വിളിക്കണേ? ഒരു കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഏയ് നമുക്കങ്ങനെ ആരും വിരുന്ന് വരില്ല. പയറ് നമുക്ക് അത്യാവശ്യം വിളവ് തന്നുകൊണ്ട് ചേട്ടൻ വിശ്വസിക്കുന്നു അല്ലേ? എല്ലാവരും നമ്മളെ ഇതൊന്നും അത്രയ്ക്കൊന്നും വിളവ് കിട്ടിയ കാരണം ഇത് ഈ വേനൽ ഭയങ്കര വെയിലായിരുന്നോ. ഓക്കെ ഓക്കെ. നല്ല വെയിലായതുകൊണ്ട് തത്തോ ഞാൻ വാ. ഇത് കണ്ടോ, വേറൊരു കുമ്പളമാണ്. ഇതിനകത്തും അത്യാവശ്യം നന്നായിട്ടുണ്ടാകുന്നതാണ്. 5-6 എണ്ണം ഒക്കെ നമുക്ക് കാണുന്ന രീതിക്ക് തന്നെയുണ്ട്. ഇനി കാണാതെ ഒളിഞ്ഞു കിടക്കുന്നവന്മാർ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് അത്യാവശ്യം പറിച്ചെടുക്കാൻ എളുപ്പത്തിന് കിടക്കുന്നതുകൊണ്ട് ഇവരെയൊക്കെ എടുക്കാം. 1 പിന്നെയുള്ളവരൊക്കെ മുകളിലാണ്. അത് നമ്മൾ തോട്ടി കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചെടുക്കും. കണ്ടോ, ആ പ്ലാവിലേക്ക് കയറി പടർന്നങ്ങ് കിടക്കുക. പിന്നെ ഇട്ടത് ഈ പയറുകളൊക്കെയാണ്. പിന്നെ ചേട്ടൻ്റെ പയറാണ്. ഇതൊരു 3 തട അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു തടത്തിൽ നിന്ന് തന്നെ 1 കിലോയൊക്കെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ 3 തടത്തിൽ നിന്ന് കൂട്ടിയായിരിക്കും കിട്ടുക. എന്തായാലും ഇപ്പോൾ ഇവരുടെ ഒരു ഊർജ്ജം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചാണകമൊക്കെ കലക്കി അവരുടെ ചോട്ടിൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കാറുണ്ട്. ഇതിന് ഏത് രീതിക്ക് വരും എന്നറിയില്ല. അവരുടെ ആ സൂര്യപ്രകാശത്തിൻ്റെ ഇടയിൽ കത്തിയിരിക്കുന്നുണ്ടോ. നമുക്ക് കുമ്പളത്തിൻ്റെ ഇതും അത്യാവശ്യം നന്നായിട്ടുണ്ടാകുന്ന കുമ്പളത്തിൻ്റെ ഇതാണ്, കുമ്പളവള്ളിയാണ്. നമുക്ക് ഒരുപാട് കോവയ്ക്ക തന്ന കോവലാണ്. ഇതായിരുന്നു ആദ്യത്തെ എക്സ്പെരിമെൻ്റ്. അതിന് ശേഷം നന്നായിട്ട് കിട്ടിയത് കൊണ്ട് അടുത്തടുത്ത വിത്തുകൾ മേടിച്ച് നമ്മൾ വീട്ടുകൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. വേറെ വെട്ടാൻ പോവാണോ നീ? ഇവിടെ ഈ നമ്മുടെ തേക്കിൻ്റെ പറമ്പിലുള്ള എല്ലാ കാലും ഇങ്ങനെ അഴിച്ച് അവിടെ കെട്ടാനാണായിരുന്നു ഉദ്ദേശിക്കണേ? കാലല്ല, ഇത് നേരത്തെ ഇവിടെ ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാവലൊക്കെ ഇട്ട് അപ്പോൾ അതിങ്ങനെ നിൽപ്പുണ്ടല്ലോ. അത്യാവശ്യം ബലമുള്ളതാണെന്ന് തോന്നുന്നു. അതിനും ഹൈറ്റ് കിട്ടിയില്ല അവിടെ ചെല്ലുമ്പോൾ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷിയിൽ നാട്ടിയിരുന്ന കാലുകൾ എടുത്ത് തിരിച്ചു വെക്കാമെന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, നോക്കാം. അത് വളർന്ന് നിൽക്കുന്നതാണോ നേരത്തെ കാലാണോ? നേരത്തെ കാല. രാവിലെ പറമ്പെല്ലാം കയറി ഇറങ്ങി നടക്കുക. കാലാണ് കാല. അതെ അതെ. കല്ലിട്ടടിച്ച് ഉറപ്പിച്ചോണ്ടേ വെക്കാനാണ് പ്ലാനൊക്കെ. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും പാവല് പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചേട്ടൻ്റെ മത്തൻ എവിടെയായിരുന്നു ഏട്ടാ? ആ വശത്തല്ലേ? വളരെ പ്രതീക്ഷയോടെ കൊണ്ടിട്ടൊരു മത്തൻ്റെ വിത്താണ്. അപ്പം അടുത്ത സെറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ. അതിന് വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 ദിവസത്തെ മഴയും കൂടെ കിട്ടിയോണ്ട് നല്ല ഊർജ്ജത്തിൽ എണീറ്റ് നിൽക്കുക. വെള്ളരി പിടിച്ചില്ലല്ലേ നമ്മുടെ? വെള്ളരി നമ്മൾ ഒന്നുകൂടെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലായിടത്തും തട എടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് വിത്തിട്ട് വെച്ചിരിക്കുകയാണ്.